ഒത്തൊരുമിച്ചാൽ മലയും പോരും എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെയായിരുന്നു ഈ പ്രാവശ്യത്തെ സദ്യ. 3 വീട്ടിൽ നിന്നും 3 പേരുടെയും കോൺട്രിബ്യൂഷൻ ആയപ്പോൾ അതിഗംഭീരമായ സദ്യ കഴിഞ്ഞ് ദാ നമ്മള് ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ വിഷുവിൻ്റെ അന്ന്. ഹാരിസന്റെ ഏക്കർ കണക്കിനുള്ള ഈ റബ്ബറും തോട്ടത്തിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ പോകുന്നത് ദാ ഈ കാണുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. നമ്മുടെ അവിടെ നിന്ന് നിസാരം കിലോമീറ്ററുകൾക്കപ്പുറം ഇത്ര മനോഹരമായ ഒരു സ്ഥലം ഉണ്ടെന്ന് ഭാഗ്യന് ഇപ്പോൾ കാണിച്ചു തന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. എത്ര മനോഹരമാണ് നമ്മുടെ പ്രകൃതി എന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു പോകുന്ന കുറച്ച് നിമിഷങ്ങളായിരുന്നു അത്. പിന്നെ ശ്രീകുട്ടൻ പറഞ്ഞ പോലെ തന്നെ വീഡിയോസ് എടുക്കലും ഫോട്ടോസ് എടുക്കലും ഒക്കെ ആയിരുന്നു. പ്രകൃതിയേക്കാൾ കൂടുതൽ മനോഹരമായിട്ട് തോന്നിയതേ നമ്മുടെ പ്രിയപ്പെട്ടവര് നമ്മുടെ കൂടെയുള്ള നിമിഷങ്ങളാണ്. ഒരു ആണിൻ്റെയോ പെണ്ണിൻ്റെയോ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവണമെങ്കിൽ പിന്നിൽ ആരെങ്കിലും ഒക്കെ താങ്ങും തണലായിട്ടുണ്ടാവും എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ. എൻ്റെ പിന്നിലൊരു കൂട്ടാൾക്കാരുണ്ട് കേട്ടോ, ദാ ഈ കാണുന്നവരൊക്കെ. നമ്മുടെ എല്ലാ മണ്ടത്തരങ്ങൾക്കും എല്ലാ പൊട്ടത്തരങ്ങൾക്കും ഇങ്ങനെ കൂട്ടും കുറുമ്പുമായിട്ട് കൂടെ നിൽക്കുന്ന ഒരു ഫാമിലി ഉണ്ടല്ലോ, അതാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭാഗ്യമുള്ളതെന്ന് പറയുന്നത്. നമ്മുടെ വിഷുവും പൂരവും ഓണവും ഒക്കെ വരുമ്പോൾ ഇതുപോലെ കൂട്ടുകൂടിയിട്ട് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള എവിടേക്കെങ്കിലും ഇത്തിരി നേരം നമ്മൾക്ക് വേണ്ടി മാത്രമായിട്ട് സമയം കണ്ടെത്തിയിട്ട് അങ്ങോട്ട് പോവുക. എന്നിട്ട് അതൊക്കെ ഓർമ്മക്കുറിപ്പിൽ അങ്ങോട്ട് എഴുതി വയ്ക്കുക നമ്മുടെ തലേറുള്ളിൽ. കുറേ നാൾ കഴിഞ്ഞ് ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതൊക്കെ എടുത്തു നോക്കുമ്പോൾ ഭയങ്കര മെമ്മറിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വിഷു ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ ആസ്വാദനത്തിൻ്റെ അങ്ങേയറ്റമായിട്ടുള്ള സിനിമ തിയേറ്ററിലെത്തി. ഞങ്ങൾക്ക് എല്ലാവർക്കും സിനിമ കാണാൻ വലിയ ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ആലപ്പുഴ ജിംഖാനൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു.